ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ നോമ്പിന്റെ 3-ാം ദിവസം സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തുവിൽ പുതുസൃഷ്ടി എന്നുള്ളതാണ്. ഇതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവവചനങ്ങളാണ്. ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നിക്കോദിമോസിനെ പറ്റിയാണ്. നിക്കോദിമോസ് കേവലം അന്വേഷകനല്ല, അവനൊരു തീർത്ഥാടകനാണ്. കണ്ട് മടങ്ങിപ്പോകുന്നതിലല്ല അവന് താല്പര്യം, കാഴ്ചയിൽ നിന്നും ശ്രേഷ്ഠതയുള്ള അനുഭവം സൃഷ്ടിക്കുന്ന മെച്ചമായ അനുഭവത്തിലേക്കാണ് അവന്റെ തീർത്ഥയാത്ര. വിശ്വാസപാതയിൽ നമ്മുടെ യാത്ര എവിടേക്കാണ് എന്ന ചോദ്യം നിക്കോദിമോസ് നമ്മോട് നിരന്തരം ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. ഇവിടെ നിക്കോദിമോസ് ക്രിസ്തുവിലേക്കാണ് നോക്കുന്നത്. നേട്ടത്തിനോ പ്രശസ്തിക്കോ കാര്യസാധ്യത്തിനോ വേണ്ടിയുള്ള ആർത്തി നിറഞ്ഞ നോട്ടമായിരുന്നില്ല അത്. സ്വന്തം ആത്മാവിനെ കണ്ടെത്താനുള്ള അദമ്യമായ ആഗ്രഹത്തിൽ നിന്നും രൂപപ്പെട്ട ആർദ്രമായ നോട്ടമായിരുന്നു നിക്കോദിമോസിന്റേത്. ആ കനിവ് നിറഞ്ഞ നോട്ടത്തിന് മുന്നിൽ ക്രിസ്തുവിന്റെ കടാക്ഷമുണ്ടായിരുന്നു. കനിവ് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്നവരെ കടാക്ഷിക്കുന്നവനാണ് കർത്താവ്. പ്രിയമുള്ളവരെ, ഈ കാലയളവിൽ നമുക്ക് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാൻ സാധിക്കുന്നുണ്ടോ? നിക്കോദിമോസിനെ പോലെ ക്രിസ്തുവിനെ കണ്ടെത്തുവാനോ ക്രിസ്തുവിനെ നേടിയെടുക്കുവാനോ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. സംഭവബഹുലമായ ഈ ലോകത്തിൽ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാനും അവനിലേക്ക് കൂടുതൽ അടുത്ത് ജീവിക്കുവാനും നമുക്ക് സാധ്യമായി തീരേണ്ടത് അനിവാര്യമാണ്. ഈ വലിയ നോമ്പുകാലം നമുക്ക് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീരുവാനും രൂപാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനും നമുക്ക് സാധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതിന് ഈ വലിയ നോമ്പുകാലം മുഖാന്തിരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.